വാർക്കയിൽ പൊട്ടലുണ്ടായാൽ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ സാധാരണ വാർക്ക കെട്ടിടങ്ങളൊക്കെ പഴകി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പൊട്ടലുണ്ടോ. ഇത് ഏകദേശം 20 വർഷത്തോളം പഴക്കം ചെന്ന ഒരു ഷീറ്റിട്ട വീടിൻ്റെ ഷെയ്ഡാണിത്. ഷെയ്ഡിൽ ഇങ്ങനെ പെയിൻറ്റും മറ്റുമൊക്കെ പോയതിന് ശേഷം അതിന് ചെറിയ നനവൊക്കെ വന്ന് അതിനകത്തെ കമ്പി തുരുമ്പൊക്കെ പിടിക്കും. അപ്പോൾ ഇങ്ങനെ ചെറിയ പൊട്ടലൊക്കെ വരുന്ന സമയത്ത് ഈ പൊട്ടൽ എങ്ങനെ അടയ്ക്കാം, ഈ പൊട്ടൽ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും വെള്ളം ഇറങ്ങിയിട്ട് ഇതിനകത്തുള്ള കമ്പി തുരുമ്പെടുത്തിട്ട് അത് ഒടിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ടാവും. അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു പൊട്ടൽ കണ്ട ഉടനെ തന്നെ ആ പൊട്ടലിൽ കൂടി ഈ കാണുന്നതാണ് പൊട്ടൽ. ഈ പൊട്ടൽ ഇച്ചിരി വലുതാക്കണം. അപ്പം അതിന് ഒത്തിരി വലുതാക്കരുത്. ഈ പേസ്റ്റ് തേക്കാൻ മാത്രമായിട്ട് ഇതുപോലെ ഒരു കട്ടർ വെച്ചിട്ട് ആ പൊട്ടലിനെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇച്ചിരി നിന്ന് വലുതാക്കുക. അപ്പോൾ ഇതുപോലെ ഈ കട്ടർ ഉപയോഗിച്ച് ഈ ശകലം വലുതാക്കി കഴിഞ്ഞാൽ അതിലേക്ക് പേസ്റ്റ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ക്രാക്ക് പേസ്റ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വിടവ് വലുതാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കാറ്റടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ആ പൊടിപടലം തൂത്ത് കളഞ്ഞ് നല്ല ക്ലിയർ ആക്കണം. അപ്പോൾ നല്ല പൊടിയൊന്നും ഇരിക്കാൻ പാടില്ല, എങ്കിലേ ശരിക്കും അത് പൊട്ടുകയുള്ളൂ. ഈ കാണുന്നതാണ് ഷീറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പൊട്ടലൊക്കെ ഈ കാണുന്നതാണ് പൊട്ടലെന്ന് പറയുന്നത്. ഈ പൊട്ടൽ നമ്മൾ വലുതാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പൊടിയെല്ലാം അടിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കുക. വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രാക്ക് പേസ്റ്റ് നമ്മൾ തേക്കുന്ന സമയത്ത് ശരിക്കും അതിനകത്ത് ഇറങ്ങി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുന്നത്. അതിനകത്ത് ശരിക്കും ഇറങ്ങിയിട്ട് പിടിക്കാൻ വേണ്ടി ഇതാണ് നമ്മൾ ഈ ഈ ടിൻഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ക്രാക്ക് പേസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടോ. ഇത് നമ്മൾ ഇതുപോലെ തന്നെ ഇത് നമുക്ക് ഏകദേശം 250 രൂപ അടുത്ത് വില വരുന്ന, പല വിലയ്ക്കാണ് പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്, ഏകദേശം വരുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവിടെ ഈ ടിന്നിൻ്റെ ടോപ്പ് പൊക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ലോക്ക് പോലെയുള്ളതുകൊണ്ട് അവിടെ നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ എൻഡിട്ടിട്ട് അങ്ങനെ ഇങ്ങനെ പൊക്കിയും എടുക്കുക. അപ്പോൾ അതിനകത്ത് ടിന്നിനകത്ത് നിറച്ചില്ല, ഒരു അരപ്പാത്രം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നല്ല കുഴമ്പ് പോലെ ഇരിപ്പുണ്ട്. ഇതുപോലെ ചെറിയൊരു കരണ്ടി അങ്ങ് എടുക്കുക. ഒരു കുഞ്ഞ് കരണ്ടി മതി കേട്ടോ. കുഞ്ഞ് കരണ്ടി അതിന് തേക്കാൻ എളുപ്പമുള്ളൂ. അപ്പോൾ ആ കുഞ്ഞ് കരണ്ടിയിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, നല്ല കുഴഞ്ഞാണ് ഇരിക്കുന്നത്, പൊട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ ചെറിയ കരണ്ടിക്ക് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ടുണ്ടല്ലോ, ഇതുപോലെ അതിൻ്റെ വിടവിലേക്ക് നമ്മളിതുപോലെ വെക്കുക. അപ്പോൾ അതിനിടയ്ക്കോട്ട് നമ്മൾ ശരിക്കും ചില കനത്തിനെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വിടവിലേക്ക് ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിപ്പോകും, ശരിക്കും പിടിക്കും. അതിനുശേഷം നമ്മൾ മിനിക്ക് ഒന്ന് കൊടുത്താൽ മതി. ഈ കാണുന്ന പൊട്ടലിൻ്റെ ഇടവഴി ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക. ആ പൊട്ടലിൽ കൂടി ഒരു കാരണവശാലും വെള്ളം ഇറങ്ങരുത്. നമ്മൾ ഇതിന് മുകളിൽ വാട്ടർ പ്രൂഫിൻ്റെ പെയിൻറ് ചെയ്യുന്നുണ്ട്. ആ പെയിൻറ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ക്രാക്ക് നമ്മൾ അടയ്ക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഈർപ്പവും നനവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടലിൻ്റെ ഇടവഴി ഈ തണുപ്പടിച്ചിട്ട് ഇതിനകത്തുള്ള കമ്പിക്കൊക്കെ തുരുമ്പുണ്ടാകുകയും അതിന് പെട്ടെന്ന് കേടുവരികയും ചെയ്യും. അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രാക്ക് പേസ്റ്റ് വെച്ചിട്ട് ഇതിന് അകം നമ്മൾ തേച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ചക്കമുളഞ്ഞ് പോലെ ഇരിക്കും കേട്ടോ, ഒരു വെളുത്തിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ്. അപ്പോൾ ഇത് നമ്മൾ തേച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ഉരുകി പിടിച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ വാട്ടർ പ്രൂഫ് പെയിൻറ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതുവരെ ഇത് തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ മഴ നനയാതെ ഇത് വെയിലുമൊക്കെ കൊണ്ട് ഇതിനകത്ത് ശരിക്കും ഇറങ്ങി ഉരുകി പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് സമയം നമ്മളിത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം അടിച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആണ് നമ്മളിതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ ഗുണം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ വിടവിലേക്ക് ഇതിൻ്റെ വിടവിൽ നമ്മൾ തെളിച്ച് വെച്ചിരിക്കുവാണ്. ഇതിൻ്റെ വിടവിലേക്ക് നമ്മൾ ഈ കറണ്ടി ഉപയോഗിച്ച് ശരിക്കും അതുപോലെ തേച്ച് കൊടുക്കുക. ആ വിടവിനകത്തേക്ക് ഇതിൻ്റെ പേസ്റ്റ് ഇറങ്ങി പോകണം കേട്ടോ. ഈ ക്രാക്ക് പേസ്റ്റ് എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ക്രാക്ക് പേസ്റ്റാണ് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ വാട്ടർ പ്രൂഫ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് പെയിൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ശകലം വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്.
അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാണുന്ന നമ്മളിപ്പോൾ നോട്ടത്തിൽ കാണുന്ന ആ വിടവ് കാണുമല്ലോ, അത് ചെറിയ നൈസായിട്ടുള്ളൊരു പൊട്ടലാണ്, കുഞ്ഞൊരു പൊട്ടലാണ്. അപ്പോൾ ആ പൊട്ടൽ കൂടുതലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനകത്ത് വെള്ളം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേസ്റ്റ് കൊണ്ട് നമ്മൾ തേച്ച് ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല നമ്മൾ അടിച്ച് ക്ലീനൊക്കെ ആക്കി പൊടിപടലങ്ങളൊന്നും ഇല്ലാതെ ആക്കിയതിന് ശേഷമാണ് കൊടുക്കാൻ. ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം. ഇതിനെ തുടർന്നുള്ള പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം.